മുമ്പേ നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് ആരോപണങ്ങൾ ഈ സിനിമാ താരങ്ങൾക്കെതിരെ ആരോപണവുമായി നിരവധി നടിമാർ രംഗത്തെത്തിയിട്ടുണ്ട്. തങ്ങൾക്ക് നേരിട്ട ദുരനുഭവം അവർ ധൈര്യത്തോടെ വന്ന് മാധ്യമങ്ങൾക്ക് മുൻപിൽ പറയുന്നുണ്ട്. അങ്ങനെ തനിക്ക് നേരിട്ട ഒരു അനുഭവത്തെക്കുറിച്ച് ഇപ്പോൾ മാധ്യമത്തിന് ന്യൂസ് 8ക്ക് മുന്നിൽ പറയുകയാണ് നടി സന്ധ്യ. മാം നമസ്കാരം. നമുക്കറിയാം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പിന്നീട് നിരവധി വാർത്തകൾ, ഞെട്ടിക്കുന്ന തരത്തിലുള്ള വാർത്തകളാണ് സിനിമാ മേഖലയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്താണ് മാഡത്തിന് ഈ ഒരു മേഖലയിൽ നിന്നും നേരിട്ട ഒരു ദുരനുഭവം ഏതു വിധത്തിലായിരുന്നു? ഞാനിപ്പോൾ 8-10 വർഷമായിട്ട് ഫിലിം ഫീൽഡിലുണ്ട്. ദ സെൻസ് ലൈക്ക് ഒരു മൂവിയെ ഞാൻ ചെയ്തിട്ടുള്ളൂ. അത് അമല എന്ന് പറഞ്ഞൊരു മൂവിയാണ്. 5 വർഷം മുന്നേ ഷൂട്ട് കഴിഞ്ഞതാണ്, റിലീസ് ചെയ്ത് കഴിഞ്ഞ വർഷമാണ്. അതിൽ ടീച്ചറിന്റെ കരയുടെ ചെറിയ റോളാണ്, 1 ഡേ ഷൂട്ടാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഞാൻ ഷൂട്ട് ചെയ്തിട്ട് എനിക്ക് കിട്ടിയ എമൗണ്ട് വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് ആണ്. ഒരു 2000 കിട്ടിയുള്ളൂ. അതും കുറെ ബാർഗെയിൻ ചെയ്തിട്ടാണ് എനിക്ക് കിട്ടിയതായ എമൗണ്ട്. കുറെ ആഡ് ഫിലിംസ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ കണ്ണൻദേവന്റെ ആഡ് ഫിലിം ചെയ്തായിരുന്നു ട്രിവാൻഡ്രത്തിൽ. ഇവിടെ നമ്മൾ കഷ്ടപ്പെട്ട് ട്രിവാൻഡ്രത്തിൽ പോയിട്ട് നമ്മൾ ചെയ്തിട്ട് എനിക്ക് കിട്ടിയ പേയ്മെന്റ് 2500 ആണ്. പക്ഷെ ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞ് അറിഞ്ഞത് അതിന് റെമ്യൂണറേഷൻ 8000 10,000 എങ്ങാണ്ടേ ആയിരുന്നു. പക്ഷെ നമുക്ക് കയ്യിൽ കിട്ടിയ എമൗണ്ട് വളരെ ചെറിയ എമൗണ്ട് ആണ്. അപ്പൊ ഈ ഇടയ്ക്ക് കളിക്കുന്ന കുറെ പേരുണ്ട്, കോർഡിനേറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ അവരാണ് നമ്മൾ റിക്വയർമെന്റ് ഉണ്ടെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പൊ അവരാണ് ഈ പൈസ മുഴുവൻ തട്ടിയെടുക്കുന്നത്. പിന്നെ ഭക്ഷണത്തിനും കാര്യത്തിലും ഭയങ്കര വിവേചനമാണ് ഇവിടെ. സൂപ്പർ സ്റ്റാർസിനൊക്കെ നല്ല ഭക്ഷണം, നമുക്കൊക്കെ ഭക്ഷണം വേറൊരു ലൊക്കേഷനാണ്, അത് വേണമെങ്കിൽ കഴിച്ചാൽ മതി, ആ ഒരു രീതിയാണ്. അപ്പോൾ അവിടെ ഒരു റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. പിന്നെ ഈ കുറെ കാസ്റ്റിംഗ് കോൾസ് നമ്മൾ കാണുമല്ലോ, അത് നമ്മൾ അയക്കുമ്പോൾ അത് മിക്കതും ഫേക്ക് ആണ്, അതൊന്നും റിയാലിറ്റി അല്ല. അവർ ഓൾറെഡി ഡിസൈഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് ക്യാരക്ടേഴ്സിനെ. വെറുതെ ഒരു പ്രഹസനത്തിന് വേണ്ടിയാണ് അവർ കാസ്റ്റിംഗ് കോൾ ഇടുന്നത്. ഓഡിഷന് പോയാലും അവർ നമ്മളെ വിളിക്കില്ല, ഓഡിഷൻ കഴിഞ്ഞ് മിണ്ടാതിരിക്കും. പിന്നെ ഈ കാസ്റ്റിംഗ് കൗച്ചിന്റെ കാര്യം പറയുവാണെങ്കിൽ നമ്മൾ ഫേസ്ബുക്കിൽ ഫ്രണ്ട് റിക്വസ്റ്റ് അയക്കും, നമ്മളത് അക്സെപ്റ്റ് ചെയ്യും, നമ്മളെ ഫോട്ടോസ് അയച്ചു കൊടുക്കും, നമ്മുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കും. അപ്പോൾ ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ്, ഈ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, പ്രൊഡക്ഷൻ മാനേജേഴ്സ്, അവരൊക്കെ വിളിച്ചിട്ട് നമ്മളത് പറയുന്നത് നിങ്ങൾ മാരീഡ് ആണോ അല്ലയോ എന്നൊക്കെ ചോദിക്കുക ആദ്യം. അതൊരു ഐസ് ബ്രേക്കിംഗ് ഇതുപോലെയാണ് അവർ ചോദിക്കുന്നത്. പിന്നെ അവർ ചോദിക്കുന്നത് നിങ്ങൾ എക്സ്പോസിംഗ് ആയിട്ടുള്ള കോസ്റ്റ്യൂംസ് ഇടുവോ, അല്ലെങ്കിൽ അഡ്ജസ്റ്റ്മെന്റ്സിന് തയ്യാറാണോ, ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾക്ക് റോള് കിട്ടുള്ളൂ, അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് റോള് കിട്ടത്തില്ല, നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഇരിക്കേണ്ടി വരും. ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ കാണിക്കുന്നത്. പല രീതിയിലുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഒരു അഭിനയിക്കാൻ ആഗ്രഹിച്ച് അല്ലെങ്കിൽ ആ ഒരു കഴിവല്ല അവർ മാനദണ്ഡമായി കണക്കാക്കുന്നത്. അതെ, നമ്മുടെ അടുത്ത് റോള് പറയത്തില്ല, പ്രോജക്റ്റ് പറയത്തില്ല, നമ്മുടെ അഭിനയിച്ച പ്രോജക്ട്സിനെ കുറിച്ചും വലുതായിട്ട് ചോദിക്കത്തില്ല അവര്. അപ്പോൾ അവരെന്താണ് ഉദ്ദേശിക്കുന്നത്, ഇതാണ് ഈ ഒരു മെന്റാലിറ്റിയാണ്. ബിക്കോസ് അവർ വിചാരിക്കുന്ന എല്ലാ സ്ത്രീകളും എല്ലാത്തിനും യെസ് പറയുന്നതാണ് അവർ വിചാരിച്ചിരിക്കുന്നത്. ബിക്കോസ് അവർ പറയുന്നത് നിങ്ങൾ നോ പറഞ്ഞു ഒരു കാര്യമില്ല, വേറെ 1000 സ്ത്രീകളുണ്ട് യെസ് പറയാൻ, നിങ്ങൾക്ക് ആ റോള് തന്നിട്ട് ഞങ്ങൾക്ക് എന്താ ബെനിഫിറ്റ്, ഇങ്ങനെയാണ് ചോദിക്കുന്നവര്. അപ്പൊ അതൊരു സേഫ് ആയിട്ടുള്ളൊരു കാര്യമല്ല. അത് എന്ത് വിശ്വാസത്തിലാണ് നമ്മൾ പാഷനാന്ന് പറഞ്ഞ് നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിച്ചല്ലോ. ബിക്കോസ് കോർപ്പറേറ്റ്സിലൊക്കെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കോർപ്പറേറ്റ്സിലൊക്കെ ഒരു സെക്ഷൽ ഹരാസ്മെന്റ് വിങ് ഉണ്ട്, HR-ന്റെ. നമുക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്കത് തുറന്നു പറയാം, അവരെ ആ സമയത്ത് തന്നെ ടെർമിനേറ്റ് ചെയ്യും അങ്ങനത്തെ ഒരു എംപ്ലോയിനെ. ഇവിടെ അങ്ങനെ എന്ത് സംവിധാനമാണുള്ളത്? ലേഡീസിന് എന്തൊരു സുരക്ഷയാണ് ഈ ഒരു ഫീൽഡിലുള്ളത്? എല്ലാവരും ഇങ്ങനെ മിസ്ബിഹേവ് ചെയ്യാൻ തുടങ്ങി നമ്മൾ എങ്ങനെ ആ ഫീൽഡിലേക്ക് ഇറങ്ങിച്ചെല്ലും? അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന് ഒരുപാട് താരങ്ങൾ തങ്ങൾ നേരിട്ട പ്രശ്നങ്ങൾ അത് ഒരു കമ്മിറ്റിക്ക് മുന്നിൽ പറയുന്നു. അതിനപ്പുറത്തേക്ക് ഈ ആരോപണ വിധേയരായവരെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അത് മാറേണ്ട സമയം കഴിഞ്ഞില്ലേ? കഴിഞ്ഞു. ബിക്കോസ് നമ്മളിപ്പോ എത്ര കംപ്ലൈന്റ് ചെയ്താലും എത്ര ബഹളം കൂട്ടിയാലും ഈ ഗവൺമെന്റ് ഒന്നും ചെയ്യാൻ പോകുന്നില്ല, അതെനിക്കറിയാം. ഇപ്പൊ സ്പെഷ്യൽ ടീമിനെ നിങ്ങൾ നിയോഗിച്ചിട്ടെന്ന് പറഞ്ഞാലും അത് എത്രത്തോളം മുന്നോട്ട് പോകുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. നമ്മൾ ഈ എത്രത്തോളം ഈ കാലം സ്ത്രീകൾ യെസ് പറയുന്നുണ്ടോ അത്രത്തോളം കാലം ഈ ചൂഷണവും ഈ സെക്ഷൽ ഹരാസ്മെന്റും നടന്നുകൊണ്ടേയിരിക്കും. അതിലൊരു മാറ്റവും ഉണ്ടാവാൻ പോകുന്നില്ല. ഇവരെല്ലാവരും ഇങ്ങനെ ഫ്രീ ആയിട്ട് നടക്കുക തന്നെ ചെയ്യും. ഇവരാരും ജയിലിലൊന്നും ഇടാൻ പോകുന്നില്ല, അതിൽ ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല. പിന്നെ രണ്ടാമത് ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പറയുന്നത് ഈ കാണുന്ന നടികൾ, സൂപ്പർ നടികളുടെ പേരൊക്കെയാണ് പറയുന്നത്. ഞാനത് എടുത്തു പറയുന്നില്ല. തമിഴാവട്ടെ മലയാളമാവട്ടെ ഇവരൊക്കെ വന്നത് ഈ വഴി തന്നെയാണ്. ഇവരൊക്കെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഇതിന്റെ മുന്നോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ പിന്നെ കുറെ സ്ത്രീകളും പറയുന്നുണ്ട് ഞങ്ങൾക്ക് അങ്ങനെ ഒരു മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ടില്ല. എല്ലാം ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവർ ദേ നോട്ട് റെഡി ടു സ്പീക്ക് അബൌട്ട് ഇറ്റ്. അതാണ് പ്രോബ്ലം. സിനിമയിലുള്ള ഈ നടിമാർ തന്നെ അവർ അനുഭവിച്ച ഒരു ബുദ്ധിമുട്ട് തുറന്നു പറഞ്ഞാൽ മാത്രമേ ഈ സിനിമാ മേഖലയിൽ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ശുദ്ധീകരണം ഉണ്ടാകൂ. അങ്ങനെ തന്നെയല്ലേ കരുതുന്നത്? തീർച്ചയായിട്ടും അവരെന്ന് സംസാരിക്കുന്നോ അന്ന് എന്തെങ്കിലും നമുക്ക് ചേഞ്ച് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പൊ കുറെ പേര് സംസാരിക്കുന്നുണ്ട്, പക്ഷെ ഇവരൊക്കെ പറയുന്നത് എന്താ, നമ്മളൊക്കെ പൈസയ്ക്ക് വേണ്ടിയാണ് ഇങ്ങനെ ആൾക്കാരെ കരിവാരി തേക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ ബാഡ് നെയിം കൊണ്ടുവരാനാണ്. അതൊന്നുമല്ല, അതൊന്നും നടന്ന കാര്യമാണ്, ആൾക്കാരെ എക്സ്പ്രസ് ചെയ്യുന്നുണ്ട്. അതിലെന്ത് തെറ്റാവുള്ളത്? അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഇത് എനിക്ക് നടന്ന കാര്യങ്ങളാണ്, അത് ഞാൻ തുറന്നു പറയുന്നു. എല്ലായിടത്തും റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആണ്. അവർ പറയുന്നത് ഹീറോസ് ആണ് ഹീറോയിൻസിനെ ഡിസൈഡ് ചെയ്യുന്നത്, സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സിനെ പോലെ ഡിസൈഡ് ചെയ്യുന്നത് ഈ ആക്ടേഴ്സ് ആണ്. ഇങ്ങനെയാണ് ഈ കാസ്റ്റിംഗ് ഡയറക്ടേഴ്സ് പറയുന്നത്. അപ്പൊ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് എവിടെയാ നമുക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടുന്നത്? കിട്ടത്തില്ല. ഈ മുകേഷിനെതിരെ ഒരു ആരോപണം കേട്ടിരുന്നു എന്ന് പറയുന്നുണ്ട്, അത് എന്തായിരുന്നു? അതുമായി ബന്ധപ്പെട്ട സംഭവം? എനിക്കറിയാവുന്ന ഒരു ആർട്ടിസ്റ്റാണ്. അവരിപ്പോ ഫീൽഡിലില്ല, അവരിപ്പോ മാരീഡ് ആൻഡ് സെറ്റിൽഡ് ആണ്. അവരുടെ പേരൻസ് എവിടെയാണെന്ന് എനിക്കറിയില്ല. അവർ കുറെ വർഷങ്ങൾ മുമ്പ് സംസാരിച്ചതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ആരുമില്ലാത്ത സമയത്ത് അവരുടെ അമ്മയാണ് വീട്ടിലുണ്ടായിരുന്നത്.
ആർട്ടിസ്റ്റിന്റെ. അപ്പോൾ എങ്ങനെയൊക്കെ അഡ്രസ്സ് കണ്ടുപിടിച്ച് ഈ പുള്ളി വീട്ടിൽ പോയപ്പോൾ മിസ്ബിഹേവ് ചെയ്തു, അവരടിച്ച് പുറത്താക്കി. അങ്ങനെയാണ് ഞാൻ കേൾക്കാൻ. അമ്മയോട്? അതെ, അമ്മയോട് മിസ്ബിഹേവ് ചെയ്തു, അവരടിച്ച് പുറത്താക്കി. പിന്നെ അവർ ആ ഫിലിം ഫീൽഡ് തന്നെ വിട്ടു. അവർക്ക് ഇങ്ങനെ ദുരനുഭവം ഉണ്ടാകുമ്പോൾ ആരും പോവില്ലല്ലോ. ഈ മുകേഷിനെതിരെ അടിക്കടിയായി നിരവധി ആരോപണങ്ങൾ വരുന്നു. പക്ഷെ ഇപ്പോഴും സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതെ, തീർച്ചയായിട്ടും. ദേ ആർ ട്രൈങ് ടു പ്രൊട്ടക്ട് ദ കൾപ്രിറ്റ്സ്. നമുക്കിപ്പോൾ അതിനെന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കാര്യങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ പറ്റും. അതിൽ കൂടുതൽ നമുക്ക് ലിമിറ്റേഷൻ ഉണ്ടല്ലോ. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അത് ഗവൺമെന്റാണ് ചെയ്യുന്നത്. ചെയ്താൽ വളരെ നല്ല കാര്യം. നമുക്ക് നീതി ലഭിക്കും. നമ്മളെ പോലെ സഫർ ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്, അവർക്കൊക്കെ നീതി ലഭിക്കും. പക്ഷെ അത് എത്രത്തോളം ഗവൺമെന്റ് ഇതിൽ ആക്ഷൻ എടുക്കും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. അത് ഗവൺമെന്റിനെ പുറത്തായിരിക്കും. ഇപ്പൊ മറ്റൊരു കാര്യം, ഈ ആരോപിച്ചു വരുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ തങ്ങൾ അനുഭവിച്ച ഒരു വിഷമം തുറന്നു പറയുന്നവർ പലപ്പോഴും അവരുടെ കയ്യിൽ തെളിവുകളില്ല എന്ന് അവർ തന്നെ പറയുന്നുണ്ട്. പക്ഷെ ഈ അത് തന്നെയാണ് ഈ ആരോപണ വിധേയരും പറയുന്നത്. ഞങ്ങൾ നിയമമായി തന്നെ മുന്നോട്ട് പോകും, തെളിവ് എവിടെ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് അവരും ചോദിക്കുന്നത്. പക്ഷെ ഇതൊരു കോടതിയുടെ മുന്നിലെത്തുമ്പോൾ ഇവരെ എത്രമാത്രം ശിക്ഷിക്കാൻ കഴിയും, അതിലൊരു ആശങ്കയുണ്ടോ? ആശങ്കയുണ്ട്. ജുഡീഷ്യൽ സിസ്റ്റം, നമ്മളിപ്പോ ഞാൻ എക്സാമ്പിൾ പറയാം. എന്തൊരു കംപ്ലൈന്റ് ആയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോയാലും കൾപ്രിറ്റ്സിനാണ് ഈ പോലീസുകാർ സപ്പോർട്ട് ചെയ്യുന്നത്. കംപ്ലൈന്റ് കൊടുക്കുന്നതിന് അവന് വാല്യൂ ഇല്ല. അതിപ്പോ ലേഡി ആയാലും നിങ്ങൾ അങ്ങനെ സംസാരിച്ചുകൊണ്ടല്ലേ അവരങ്ങനെ ബിഹേവ് ചെയ്ത്, ഇങ്ങനെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ നമ്മളൊരു പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ എങ്ങനെയാണ് കംപ്ലൈന്റ് കൊടുക്കുന്നത്? നമുക്കവിടെ നീതി കിട്ടൂല്ല. എനിക്ക് ജുഡീഷ്യൽ സിസ്റ്റത്തിലും വിശ്വാസമൊന്നുമില്ല. അവര് നമുക്കെതിരെ നമുക്ക് സപ്പോർട്ടീവായിട്ട് ചെയ്യുന്ന എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇവര് ചെയ്യുന്നതിനെ ചെയ്തുകൊണ്ടിരിക്കും. പ്രൂഫ് ഇല്ല എന്ന് പറയുന്നുണ്ട്. നമുക്കൊരു മിസ്ബിഹേവിയർ നടക്കും, നമുക്ക് ആ ഒരു സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോ? നമ്മൾ എങ്ങനെ അവിടെ നിന്ന് ആ ഒരു സിറ്റുവേഷനിൽ രക്ഷപ്പെടുന്നല്ലേ നോക്കത്തുള്ളൂ. അപ്പൊ ഇവര് പ്രൂഫില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയല്ലേ വന്ന് പറയുന്നത്. ദ വിക്ടിം ഇസ് കമ്മിങ് ഫോർവേഡ് ആൻഡ് ടെല്ലിംഗ് ദാറ്റ്, റൈറ്റ്? ഇനി അതിൽ കൂടുതൽ പ്രൂഫ് എന്താണ് വേണ്ട? ഈ ജുഡീഷ്യൽ സിസ്റ്റം അല്ലെങ്കിൽ ഈ ഒരു പോലീസ് ഫോഴ്സിന് എന്തിനാണ് വേറൊരു പ്രൂഫ് ആവശ്യം? എന്തായാലും കള്ളൻ കട്ടു എന്ന് പറയത്തില്ല, അവരെപ്പോഴും ഡിനൈ ചെയ്യത്തേ ഉള്ളൂ. ഇനിയിപ്പോ മുന്നോട്ട് എങ്ങനെ പോകണം അത് നോക്കിയിരുന്ന് കാണേണ്ട കാര്യമാണ്. ഒരു നീതി ലഭിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് മുഴുവൻ സിനിമാ മേഖലയിലേക്ക്? ഇല്ല. ആസ് ഐ സെഡ് ഏർലിയർ, എന്ന് മുതൽ ലേഡീസ് നോ പറയുന്നു അഡ്ജസ്റ്റ്മെന്റ് കാസ്റ്റിംഗ് കോച്ചിന്, അന്നേ ഈ ഫീൽഡ് നന്നാവുള്ളൂ. ആൻഡ് മേക്ക് ദിസ് ഫീൽഡ് ലിറ്റിൽ ബിറ്റ് മോർ സേഫ് ഫോർ വിമൻ. നമുക്ക് പേരൻസ് ആയിട്ട് പോയാലും കുറെ പേര് മിസ്ബിഹേവ് ചെയ്യാനുണ്ട്. അത് സേഫ് ആയിട്ടുള്ളൊരു ഇതില്ല, ഫീൽഡ് അല്ല ഇത്. ഞാൻ ഇത്രയും കാലമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യമാണ്. അതാണ് ഞാനിപ്പോൾ അത് പെർസ്യൂ ചെയ്യാത്തത്. ഇപ്പൊ കാസ്റ്റിംഗ് കോൾ കണ്ടാലും ഞാൻ അപ്ലൈ ചെയ്യാറില്ല. ഈവൻ ആഡ് ഫിലിം ആയാൽ പോലും ഞാനത് ചെയ്യുന്നില്ല. ബിക്കോസ് എനിക്ക് ഫീൽഡ് മതിയായി. ബിക്കോസ് ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ വേജസിൽ പോലും കയറിയിട്ടാണ് അവർ കളിക്കുന്നത്. സോ ദാറ്റ് ഇസ് നോട്ട് റൈറ്റ്. നമ്മൾ അധ്വാനിക്കുന്നതിന് നമുക്ക് പൈസ കിട്ടിയാലേ പറ്റുള്ളൂ. അത് ഈ വലിയ വലിയ നടന്മാർ കോടികളാണ് വാങ്ങിക്കുന്നത്. അവർ ബാർഗൈൻ ചെയ്ത് അവരടുത്ത് പറയുമോ നിങ്ങൾക്ക് ഞാൻ 1 കോടിക്ക് വരെ 50 ലക്ഷം തരാം? ഈ നടന്മാർ അഭിനയിക്കുമോ? ഇല്ലല്ലോ. അപ്പൊ പിന്നെ നമ്മളെപ്പോലെ ആർട്ടിസ്റ്റുകൾ എന്തിനാണ് അവരിങ്ങനെ ചൂഷണം ചെയ്യുന്നത്? അതാണ് എനിക്ക് പരാതിപ്പെടാനും ഒരു സംവിധാനം ഇല്ല, എവിടെയും ഇല്ല. ഈ അമ്മ സംഘടന ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അമ്മയുള്ള മെമ്പേഴ്സിന് മാത്രമല്ലേ കംപ്ലൈന്റ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മളെപ്പോലുള്ള ആർട്ടിസ്റ്റുകൾ എവിടെ പോയി കംപ്ലൈന്റ് ചെയ്യും? അതാണ് പ്രശ്നം. അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. തങ്ങളെ പോലുള്ള നിരവധി ജൂനിയർ ആർട്ടിസ്റ്റുകൾ അവരൊരു പരാതി പറയാൻ ഒരു സ്ഥലമില്ലാതെ ഇത്തരത്തിൽ റെമ്യൂണറേഷൻ അടക്കം വെട്ടിക്കുറയ്ക്കുന്ന ഒരു നടപടി, അത് സംഘടനയിലുള്ളവർ തന്നെ അല്ലെങ്കിൽ സ്ത്രീകൾ തന്നെ ഒരു നോ പറഞ്ഞ് മുന്നോട്ട് വന്നാൽ മാത്രമേ അതിൽ ഒരു പരിഹാരം ഉണ്ടാകൂ എന്ന് തന്നെയാണ് നടി സന്ധ്യ പറഞ്ഞു വെക്കുന്നത്.